നമസ്കാരം. 1945 ആഗസ്റ്റ് 3 ജപ്പാൻ സൈന്യത്തിന്റെ ജനറലായ ഇസോദയുടെ ഒരു കേബിൾ സുഭാഷ് ചന്ദ്രബോസിന് ലഭിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ജപ്പാൻ നിയന്ത്രണത്തിലുള്ള ഫ്രഞ്ച് ഇൻഡോ ചൈന, അതായത് ഇന്നത്തെ വിയറ്റ്നാമിലേക്ക് സിംഗപ്പൂരിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസ് പോകണമെന്നാണ് ജനറൽ ഇസോദ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിംഗപ്പൂരിന്റെ മേലുള്ള അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണം ശക്തമായി വരികയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സിംഗപ്പൂർ പൂർണ്ണമായും US കീഴടക്കുമെന്നുള്ള വിവരം ജനറൽ ഇസോദ ആ കേബിളിലൂടെ സുഭാഷ് ചന്ദ്രബോസിനെ അറിയിക്കുകയാണ്. ഓഗസ്റ്റ് 3 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള ദിവസങ്ങളിൽ സിംഗപ്പൂരിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള നടപടികളിലേക്ക് സുഭാഷ് ചന്ദ്രബോസ് കടന്നിരുന്നു. അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ 3 വർഷവും സഹകരിച്ചിരുന്ന മുഴുവൻ വനിതാ പടയാളികളെയും സിവിൽ ലൈഫിലേക്ക് അദ്ദേഹം മാറ്റിയിരുന്നു. അവർക്കെല്ലാം ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ അദ്ദേഹം ഒരുക്കുകയും ചെയ്തിരുന്നു. ഓഗസ്റ്റ് 3 ജനറൽ ഇസോദ നൽകിയ മുന്നറിയിപ്പ് സുഭാഷ് ചന്ദ്രബോസിന്റെ മനസ്സിലുണ്ട്. ജപ്പാൻ സഖ്യസേനകളുടെ മുന്നിൽ കീഴടങ്ങിയാൽ അടുത്തതായിട്ട് എന്ത് ചെയ്യണം എന്ന ആലോചന സുഭാഷ് ചന്ദ്രബോസും കൂടെയുള്ള സഹപ്രവർത്തകരും ചേർന്ന് ഒന്നിച്ചെടുക്കുകയാണ്. രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഒരു ചേരിയിലും പെടാതെ നിന്നിരുന്ന സമയത്ത് സോവിയറ്റ് യൂണിയനുമായി ചേർന്നിട്ട് ഒരു സൈന്യത്തെ ഉണ്ടാക്കി ഇന്ത്യയെ ആക്രമിച്ച് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിച്ച് ഇന്ത്യയെ സ്വതന്ത്രമാക്കണമെന്നൊരു ആഗ്രഹം തുടക്കം മുതലേ സുഭാഷ് ചന്ദ്രബോസിന് ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ നിസ്സഹകരണം കൊണ്ടാണ് അദ്ദേഹം ജർമ്മനിയിലേക്ക് പോയതും ജർമ്മനിയിൽ നിന്ന് റേഡിയോ പ്രക്ഷേപണം നടത്തുന്നത്. 1941 മുതൽ 43 വരെയുള്ള കാലഘട്ടത്തിൽ ജർമ്മനിയിൽ താമസിച്ചുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് റേഡിയോ പ്രക്ഷേപണം നടത്തുന്ന സമയത്ത് ഇന്ത്യയിലാണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും അറസ്റ്റിലായിരിക്കുകയാണ്. ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും ഉൾപ്പെടെ സകല ആളുകളും ജയിലിലാണ്. വനിതാ നേതാക്കൾ ഉൾപ്പെടെ ജയിലിലാണ്. ഇന്ദിരാഗാന്ധിയും കമല നെഹ്റുവും സരോജിനി നായിഡുവും എല്ലാവരും അറസ്റ്റിലായിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇന്ത്യൻ ജനതയ്ക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് ജർമ്മനിയിൽ നിന്നുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ റേഡിയോ പ്രക്ഷേപണങ്ങളാണ്. ജയിലിൽ കിടക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ജനങ്ങളുമായി സംവേദിക്കാൻ ഒരു അവസരമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ച റേഡിയോ പ്രക്ഷേപണങ്ങൾ സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി സുഭാഷ് ചന്ദ്രബോസായി ജനങ്ങളുടെ മനസ്സിലേക്ക് ഉയർത്തുന്ന കാലഘട്ടമാണ്. ബ്രിട്ടീഷുകാരെ എന്ത് വില കൊടുത്തും ഇന്ത്യയിൽ നിന്ന് തുരത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ ഓരോ റേഡിയോ പ്രക്ഷേപണങ്ങളും വളരെ ആവേശത്തോടു കൂടിയാണ് അന്ന് ഇന്ത്യൻ ജനത ഉൾക്കൊണ്ടിരുന്നത്. ഇന്ത്യയിലുള്ള ഇന്ത്യക്കാർ മാത്രമല്ല, സൗത്ത് ഏഷ്യയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഇന്ത്യക്കാർക്കും ആ അഭിപ്രായമായിരുന്നു. സകലരും അവരെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്ന ആൾ സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു സമയമാണ്. സുഭാഷ് ചന്ദ്രബോസിന് കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിസ്സഹകരണ സമരം വഴി ഒരു കാരണവശാലും ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. ശക്തമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കാരെ നേരിടുന്ന ബ്രിട്ടീഷുകാരെ അതിലേറെ ശക്തമായ ആയുധം ഉപയോഗിച്ച് മാത്രമേ നേരിടാൻ കഴിയൂ എന്ന ഒരു വിശ്വാസം സുഭാഷ് ചന്ദ്രബോസിൽ അടിയുറച്ചുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം റഷ്യയിലേക്കും രണ്ടാമത് ജർമ്മനിയിലേക്കും അദ്ദേഹം യാത്ര ചെയ്തത്. ജർമ്മനിയിലെ റേഡിയോ പ്രക്ഷേപണങ്ങൾ കത്തി നിൽക്കുമ്പോഴാണ് അദ്ദേഹം ജപ്പാനിലെത്തുന്നത്. ജപ്പാനിൽ അദ്ദേഹം എത്തുമ്പോൾ ജപ്പാൻ സൈന്യത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും ഒരു മിത്തിന്റെ രൂപത്തിലേക്ക് സുഭാഷ് ചന്ദ്രബോസ് വളർന്നത് മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരും അതിശയകരമായ ഒരു പ്രഭാവനയുമുള്ള ഒരു വ്യക്തിയായിട്ടാണ് സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടത്. ആ സുഭാഷ് ചന്ദ്രബോസിനെയാണ് അവർ സിംഗപ്പൂരിലേക്ക് എത്തിക്കുന്നതും തുടർന്ന് ജപ്പാൻ ഉണ്ടാക്കിയെടുത്ത INA റാഷ് ബിഹാരി ബോസിലൂടെ സുഭാഷ് ചന്ദ്രബോസിനെ കൈമാറ്റം ചെയ്യുന്നതും സുഭാഷ് ചന്ദ്രബോസ് ആ സൈന്യത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ഒരു മാർച്ച് നടത്തി നോക്കി. ഇന്ത്യയിലേക്കുള്ള വഴിയിലായിരുന്നു ബർമയെ കീഴടക്കിക്കൊണ്ടാണ് ആ സൈന്യം മണിപ്പൂരിൽ എത്തുന്നത്. അവിടെ പക്ഷേ വൻ തോൽവി ഏറ്റതിന്റെ ഫലമായാണ് തിരിച്ചു വന്നത്. തിരിച്ച് പല വഴികളിലൂടെ സിംഗപ്പൂരിൽ എത്തിച്ചേർന്ന സുഭാഷ് ചന്ദ്രബോസിന് ജപ്പാന്റെ മേൽ അമേരിക്കൻ സൈന്യം വൻതോതിൽ ആധിപത്യം നേടിയത് കൃത്യമായി അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. മൗണ്ട് ബാറ്റന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും ഏഷ്യയിലെമ്പാടുമുള്ള ജപ്പാൻ താവളങ്ങൾ കീഴടക്കുന്ന വിവരവും കൃത്യമായും സുഭാഷ് ചന്ദ്രബോസ് അറിഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സിംഗപ്പൂരിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ എവിടേക്ക് പോകണം എന്നതിനെക്കുറിച്ച് ഒരു സംശയമുണ്ടായിരുന്നു. റഷ്യ ആദ്യം സഹകരിച്ചിരുന്നില്ല, ജർമ്മനിയും ജപ്പാനുമാണ് സഹകരിച്ചത്. പക്ഷെ ജർമ്മനിയും കീഴടങ്ങിയിരിക്കുന്നു, ജപ്പാനും കീഴടങ്ങാൻ പോവുകയാണ്. എവിടേക്ക് രക്ഷപ്പെടണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആലോചന അവസാനം ചെന്ന് നിൽക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ കീഴടങ്ങാമെന്നുള്ളതാണ്. അതിന്റെ കാരണം ജപ്പാനുമായി ഒരു അനാക്രമണ കരാർ ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ അത് ലംഘിച്ചുകൊണ്ട്
ജപ്പാനെ ആക്രമിക്കുന്നത് ആഗസ്റ്റ് 10 അടുപ്പിച്ചാണ്. സോവിയറ്റ് യൂണിയന്റെ അതിശക്തമായ ആക്രമണത്തിൽ ജപ്പാൻ കീഴടക്കി വെച്ചിരുന്ന കൊറിയയിൽ നിന്ന് ജപ്പാന് പിന്മാറേണ്ടി വന്നു. തുടർന്ന് കൊറിയ വഴി ചൈനയുടെ മഞ്ചൂറിയയിലേക്കുള്ള സോവിയറ്റ് യൂണിയന്റെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. അതിശക്തമായ ഒരു പടയാണ് ജപ്പാൻ നിയന്ത്രിത പ്രദേശങ്ങളിലേക്ക് സോവിയറ്റ് യൂണിയൻ അയച്ചിരിക്കുന്നു എന്നുള്ള വിവരം സുഭാഷ് ചന്ദ്രബോസിന് കിട്ടുന്നു. ഈ സമയത്ത് മറ്റു ചില സംഭവങ്ങൾ കൂടി സുഭാഷ് ചന്ദ്രബോസ് അറിഞ്ഞിരുന്നു. നാഗസാക്കിയിലും ഹിരോഷിമയിലും അണുബോംബ് വീണതും അതിനുശേഷം ആഗസ്റ്റ് 15 മൗണ്ട് ബാറ്റന്റെ മുന്നിൽ ജപ്പാൻ കീഴടങ്ങുന്നതും ഒക്കെയുള്ള വാർത്തകൾ യഥാസമയത്ത് തന്നെ സുഭാഷ് ചന്ദ്രബോസിന് കിട്ടിയിരുന്നു. ആഗസ്റ്റ് 16 അദ്ദേഹം ജനറൽ ഇസോദ പറഞ്ഞതുപോലെ സിംഗപ്പൂരിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിക്കുകയാണ്. മൗണ്ട് ബാറ്റന്റെ സേന സിംഗപ്പൂരിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. സിംഗപ്പൂർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കീഴടങ്ങും. അതാണ് അവസ്ഥ. അതിശക്തമായ ബോംബിംഗ് സിംഗപ്പൂർ എമ്പാടും നടക്കുകയാണ്. ഇവിടെ മുതലാണ് കഥയിൽ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ നമ്മൾ കാണുന്നത്. ആഗസ്റ്റ് 16-നും 18-നും ഇടയിലുള്ള 3 ദിവസങ്ങൾ 3 ശൈലിയിലാണ് ചരിത്രകാരന്മാർ ആ ഭാഗം മുതൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ യാത്ര സിംഗപ്പൂരിൽ നിന്ന് തായ്ലൻഡിലെ ബാങ്കോക്കിലേക്കും അവിടെ നിന്ന് വിയറ്റ്നാമിലെ സെയ്ഗോണിലേക്കുമാണ്. സെയ്ഗോണിൽ നിന്ന് നേരെ തൈവാനിലേക്കാണ്. തൈവാനിൽ നിന്ന് നേരെ ജപ്പാനിലേക്കും. ഇതാണ് യാത്രയുടെ രീതി. പക്ഷേ തൈവാനിൽ നിന്ന് ജപ്പാനിലേക്ക് നേരിട്ട് പോകുന്നതിന് പകരം തൈവാനിൽ നിന്ന് നേരെ ചൈനയുടെ മഞ്ചൂറിയയിലേക്കാണ് യാത്ര. സൗത്ത് കൊറിയയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന മഞ്ചൂറിയ. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഇത് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ ഇതുവഴി കടന്ന് കൊറിയകളൊക്കെ കീഴടക്കി ഇനി ഈ മഞ്ചൂറിയ ഭാഗത്തേക്ക് കടക്കുകയാണ്. മഞ്ചൂറിയ വഴി ഈ ഭാഗത്ത് സോവിയറ്റ് യൂണിയൻ എത്തുമ്പോൾ അവിടെ സുഭാഷ് ചന്ദ്രബോസ് എത്തിയാൽ സ്വാഭാവികമായും സുഭാഷ് ചന്ദ്രബോസിനെ സോവിയറ്റ് യൂണിയൻ പിടികൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സോവിയറ്റ് തടവിലാകുക എന്നുള്ളതാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ടാർഗറ്റ്. സോവിയറ്റ് യൂണിയന്റെ തടവിലായതിനു ശേഷം സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട് ഒരു സൈന്യം ഉണ്ടാക്കി ബ്രിട്ടീഷ് ഇന്ത്യയെ ആക്രമിക്കുക. ഇതായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ കാൽക്കുലേഷൻ. ആ കാൽക്കുലേഷന്റെ അടിസ്ഥാനത്തിലാണ് ഓഗസ്റ്റ് 16 അദ്ദേഹം സിംഗപ്പൂരിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. ആ യാത്രയുടെ വിശദാംശങ്ങൾ 3 ചരിത്രരേഖകൾ 3 ശൈലിയിലാണ് അവതരിപ്പിക്കുന്നത്. 1945 ഓഗസ്റ്റ് 16 സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിൽ നിന്ന് യാത്ര തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിമാനം നേരെ എത്തുന്നത് ബാങ്കോക്കിലാണ്. ബാങ്കോക്കിൽ എത്തിയ ഉടൻ തന്നെ വിമാനത്തിന് റീഫ്യൂൽ ചെയ്യുകയാണ്. ഒരു 4 മണിക്കൂർ സ്റ്റേക്ക് ശേഷം അവിടെ നിന്ന് ആ വിമാനം വിയറ്റ്നാമിലെ സൈഗോണിലെത്തുന്നു. അവിടെ വെച്ച് ജപ്പാന്റെ ഫീൽഡ് മാർഷൽ ഹിസാക്കി തെറാഷിയെ സുഭാഷ് ചന്ദ്രബോസ് കാണുകയാണ്. അദ്ദേഹത്തിനാണ് ജപ്പാന്റെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ പൂർണ്ണമായ ചുമതലയുള്ളത്. തെറാഷിയോട് സുഭാഷ് ചന്ദ്രബോസ് തന്റെ ആവശ്യം ഉന്നയിക്കുകയാണ്. സൈഗോണിൽ നിന്ന് സോവിയറ്റ് യൂണിയനിലേക്ക് പോകാനായി ഒരു വിമാനം അറേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നാണ് തെറാഷിയോട് സുഭാഷ് ചന്ദ്രബോസ് ആവശ്യപ്പെട്ടത്. തെറാഷി ആ വിവരം അപ്പൊ തന്നെ ജപ്പാനിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിനെ അറിയിക്കുന്നു. ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഉദ്യോഗസ്ഥർ സുഭാഷ് ചന്ദ്രബോസിന്റെ ആവശ്യം നിരാകരിക്കുകയാണ്. കാരണം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ 3 കൊല്ലവും സുഭാഷ് ചന്ദ്രബോസിനെ എല്ലാവിധത്തിലും സംരക്ഷിച്ചത് ജപ്പാനാണ്. സുഭാഷിന് ആവശ്യമായ സൈന്യത്തെ സംഘടിപ്പിക്കാനും ആ സൈന്യത്തിന്റെ താമസം, ഭക്ഷണം, ആയുധം, യാത്ര തുടങ്ങി എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്തതും അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയത് ജപ്പാനാണ്. ജപ്പാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സോവിയറ്റ് യൂണിയനിലേക്കുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ യാത്ര അതുകൊണ്ട് തന്നെ അംഗീകരിക്കുവാൻ ജപ്പാന് കഴിയുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് 17 എന്ന് പറയുന്നത് ജപ്പാൻ കീഴടങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞ ഡേറ്റ് ആണ്. അപ്പോഴും തത്വത്തിൽ പല മേഖലകളിലും ജപ്പാൻ തന്നെയാണ് ഭരണത്തിൽ. സഖ്യസേനയുടെ മുന്നിൽ ജപ്പാൻ കീഴടങ്ങി എന്നുള്ളത് പേപ്പറിൽ മാത്രമേ ആയിട്ടുള്ളൂ. ജപ്പാന്റെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള എതിരഭിപ്രായം ടെറാച്ചി അറിയുന്നു. ടെറാച്ചിക്ക് സുഭാഷ് ചന്ദ്രബോസിനോട് വ്യക്തിപരമായ ഒരു അടുപ്പമുണ്ട്. ജർമ്മനിയിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസ് ജപ്പാനിലെത്തി അവിടെ നിന്ന് ബാങ്കോക്കിലേക്കും സിംഗപ്പൂരിലേക്കും വരുന്നത് മുതൽ സുഭാഷ് ചന്ദ്രബോസുമായി ഏറ്റവും അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു ജപ്പാൻ ആർമി ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഈ ടെറാഷിയാണ്. അതുകൊണ്ട് തന്നെ ടെറാഷിക്ക് സുഭാഷ് ചന്ദ്രബോസിന്റെ ആവശ്യം ന്യായമാണെന്നൊരു തോന്നലുണ്ട്. കഴിഞ്ഞ 2.5 നൂറ്റാണ്ടുകളായി ഇന്ത്യയെ അടക്കി ഭരിക്കുന്ന ബ്രിട്ടനെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കുക എന്നുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ സ്വപ്നം അത് യാഥാർത്ഥ്യമാകണം എന്നൊരു ആഗ്രഹം ടെറാഷിക്ക് ഉണ്ടായിരുന്നു. അതിന് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ടെറാഷി ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ ജപ്പാൻ സഖ്യസേനകളുടെ മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുക സോവിയറ്റ് യൂണിയൻ ആണെന്ന് ടെറാഷിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ജപ്പാൻ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ്
ടെറാഷിയോട് പറഞ്ഞിരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിന് വിമാനം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ ഉത്തരവിനെ മറികടന്നുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസിനോടുള്ള പ്രത്യേക സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ സെയ്ഗോണിൽ നിന്ന് ജപ്പാനിലേക്ക് പോകുന്ന ഒരു വിമാനത്തിൽ സുഭാഷ് ചന്ദ്രബോസിന് ഒരു സീറ്റ് ടെറാഷി തരപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ 1945 ആഗസ്റ്റ് 17 സെയ്ഗോണിൽ നിന്ന് ജപ്പാനിലേക്കുള്ള ആ വിമാനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കടക്കുന്നു. സെയ്ഗോണിൽ നിന്ന് തൈവാൻ വഴി ജപ്പാനിലേക്ക് പോകുന്ന വിമാനം ജപ്പാന്റെ അധീനതയിലുള്ള ചൈനയുടെ ഭാഗമായ മഞ്ചൂറിയുടെ ഈ ഭാഗത്ത് ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ട്. ഡൈറൻ എയർപോർട്ട് എന്നാ പറയുക. അത് ആഗസ്റ്റ് 17 ജപ്പാന്റെ നിയന്ത്രണത്തിലാണ്. സോവിയറ്റ് യൂണിയൻ അവിടേക്ക് എത്തിയിട്ടില്ല. അവിടെ സുഭാഷ് ചന്ദ്രബോസിനെ ഇറക്കിയിട്ട് ആ വിമാനം ടോക്കിയോക്ക് പോകട്ടെ എന്നാണ് ടെറാഷി പൈലറ്റിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഇങ്ങനെയാണ് ചരിത്രകാരന്മാരിൽ ചിലർ ആഗസ്റ്റ് 16, 17, 18 തീയതികളെ വിശേഷിപ്പിക്കുന്നത്. മറ്റൊരു ചരിത്രരേഖ പ്രകാരം ബോസ് ഓഗസ്റ്റ് 16 സിംഗപ്പൂരിൽ തിരിക്കുന്നു. അദ്ദേഹം നേരെ എത്തുന്നത് തായ്ലൻഡിലെ ബാങ്കോക്കിലാണ്. ബാങ്കോക്കിൽ സുഭാഷ് ചന്ദ്രബോസ് എത്തിയ വിവരം അറിഞ്ഞ ഇന്ത്യൻ വംശജരായിട്ടുള്ള മുഴുവൻ ആളുകളും അവിടേക്ക് എത്തുകയാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേരിൽ കാണാനായി. ഒരുപാട് സമ്മാനങ്ങളാണ് ആളുകൾ സുഭാഷ് ചന്ദ്രബോസിനെ കാഴ്ചവെക്കാനായിട്ട് അവിടെ എത്തിക്കുന്നത്. ബാങ്കോക്കിലെ INA ഇൻചാർജായ JR ബോൺസിലെ സുഭാഷ് ചന്ദ്രബോസിന് ആ രാത്രി തങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരുക്കുകയാണ്. ബാങ്കോക്കിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസ് തിരിക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ നാട്ടുകാർ കൊടുത്ത സമ്മാനങ്ങൾ കൂടി വിമാനത്തിൽ കയറ്റിയിരുന്നു. ബാങ്കോക്ക് മുതൽ ആഗസ്റ്റ് 3 സുഭാഷ് ചന്ദ്രബോസിന് സിംഗപ്പൂരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിർദ്ദേശം കൊടുത്ത ജപ്പാന്റെ ജനറൽ ഇസോദ കൂടെ ഉണ്ടായിരുന്നുവെന്നും ഇസോദയോടൊപ്പമാണ് ബാങ്കോക്കിൽ നിന്ന് 18 തീയതി അതിരാവിലെ സെയ്ഗോണിൽ സുഭാഷ് ചന്ദ്രബോസ് എത്തിയതെന്നുമാണ് ഒരു വിവരണം. സെയ്ഗോണിൽ എത്തിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തൈവാനിലേക്ക് വേഗം പുറപ്പെടേണ്ടി വന്നുവെന്നും അതിനിടയിൽ ഫീൽഡ് മാർഷൽ ടെറാച്ചിയെ കാണാൻ സുഭാഷ് ചന്ദ്രബോസിന് സമയം കിട്ടിയിട്ടുണ്ടാവില്ല എന്നുമാണ് ഒരു വർഷം. ആദ്യം പറഞ്ഞ വർഷനിൽ ഫീൽഡ് മാർഷൽ ടെറാച്ചിയാണ് പ്രത്യേക വിമാനം സൈഗോണിൽ നിന്ന് ജപ്പാനിലേക്ക് പോകാനായി സുഭാഷ് ചന്ദ്രബോസിന് അറേഞ്ച് ചെയ്തെന്നാണ്. രണ്ടാമത്തെ വെർഷനിൽ പറയുന്നത് ടെറാച്ചി സൈഗോണിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടിട്ടില്ല എന്നാണ്. അതിന് പറയുന്ന കാരണം ടെറാച്ചി ആ സമയത്ത് വിയറ്റ്നാമിൽ ഉണ്ടായിരുന്നുവെങ്കിലും സുഭാഷ് ചന്ദ്രബോസ് ഇറങ്ങിയിരിക്കുന്ന സൈഗോൺ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രം എത്തുന്ന സ്ഥലത്താണ് ആ സമയത്ത് ടെറാഷി ഉണ്ടായിരുന്നതാണ്. ഒരു കാരണവശാലും സുഭാഷ് ചന്ദ്രബോസും ടെറാഷിയും തമ്മിൽ നേരിൽ കണ്ടുമുട്ടാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ഇല്ലെന്നുമാണ് ഈ വാദത്തോട് യോജിക്കുന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അപ്പോഴും ബൈ ടെലിഫോൺ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ ടെറാഷിക്ക് സുഭാഷ് ചന്ദ്രബോസുമായി എയർപോർട്ടിൽ വെച്ച് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുമെന്ന് അഭിപ്രായമുള്ള ആളുകളുമുണ്ട്. എന്നാൽ രണ്ടാമത്തെ വാദത്തെ അംഗീകരിക്കുന്ന ആളുകൾ പറയുന്നത് ടെറാഷിയോടോ ഹയർ അതോറിറ്റികളോടോ ആലോചിക്കാതെ ജനറൽ ഇസോദ സ്വന്തം ഉത്തരവാദിത്വത്തിൽ സെയ്ഗോണിൽ നിന്ന് ജപ്പാനിലേക്ക് പോകാനുള്ള വിമാനം സുഭാഷ് ചന്ദ്രബോസിന് തരപ്പെടുത്തി കൊടുത്തു എന്നാണ്. മൂന്നാമത് ഒരു കൂട്ടം ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് ആഗസ്റ്റ് 16 17 സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂർ വിട്ടതെന്നാണ്. അദ്ദേഹം ബാങ്കോക്കിലേക്കല്ല പോയത്, നേരിട്ട് അദ്ദേഹം സൈഗോണിലേക്ക് പോയി എന്നാണ് അവരുടെ വിലയിരുത്തൽ. പക്ഷെ 3 വിവരണത്തിലും സൂചിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം അദ്ദേഹം സോവിയറ്റ് യൂണിയന് മുന്നിൽ കീഴടങ്ങാൻ ഉറപ്പിച്ചിട്ടാണ് യാത്ര തുടങ്ങിയെന്നുള്ളതാണ്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് INA അവശേഷിക്കുന്ന ഭടന്മാർക്ക് വേണ്ടി അദ്ദേഹം ഒരു പ്രക്ഷേപണം നടത്തിയിരുന്നു. ആ പ്രക്ഷേപണത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ദില്ലിയിലേക്കുള്ള റോഡ് ഒന്നല്ല, അനവധിയാണ്. ഒരു മാർഗം അടഞ്ഞാൽ മറ്റൊരു മാർഗത്തിലൂടെ നമ്മൾ ദില്ലി പിടിക്കുക തന്നെ ചെയ്യും. വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് സുഭാഷ് ചന്ദ്രബോസ് അവസാനത്തെ അദ്ദേഹത്തിന്റെ റേഡിയോ പ്രക്ഷേപണത്തിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ നൽകുന്നത്. അതായത് ബ്രിട്ടനെ കീഴടക്കി ഇന്ത്യയെ സ്വതന്ത്രമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ഉദ്യമം തുടരുക തന്നെ ചെയ്യും. ജപ്പാനാണ് ഇതുവരെ സഹായിച്ചതെങ്കിൽ ഇനി സോവിയറ്റ് യൂണിയൻ ആയിരിക്കുമെന്ന് പറയാതെ പറയുന്ന ഒരു ശൈലി. ഒന്നുകിൽ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ചൈന, ആരെങ്കിലും ഒരാൾ സഹായിക്കുമെന്നൊരു വിശ്വാസം സ്വാഭാവികമായിട്ടും സുഭാഷ് ചന്ദ്രബോസിന് ആ സമയത്തുണ്ടായിരുന്നു. എന്തായാലും ആഗസ്റ്റ് 17 ഉച്ച മുതൽ 3 രീതിയിൽ ചരിത്രത്തെ വിലയിരുത്തിയ ആളുകളും എത്തിച്ചേരുന്നത് ഒരേ പോയിന്റിലാണ്, സെയ്ഗോൺ എയർപോർട്ടിലാണ്. സഖ്യസൈന്യം സാലി എന്ന് വിളിക്കുന്ന ജപ്പാന്റെ ഹെവി ബോംബറാണ് മിത്സുബിഷി KI-21. ആ മിത്സുബിഷി KI-21 ആഗസ്റ്റ് 17 ഉച്ച കഴിഞ്ഞപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് സൈഗോൺ എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ യാത്ര പുനരാരംഭിച്ചു എന്നാണ് എല്ലാ ചരിത്രകാരന്മാരും ഒരുപോലെ രേഖപ്പെടുത്തുന്നത്. സൈഗോണിൽ നിന്ന് തൈവാൻ വഴി ജപ്പാനിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കാനായി കുറച്ച് ആളുകൾ കൂടെ ഉണ്ടായിരുന്നു.
അതിൽ ഒന്നാമൻ ഹബീബുർ റഹ്മാനാണ്. കാശ്മീർ മുസ്ലിമായ ഹബീബുർ റഹ്മാൻ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്ന കേണലാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ എതിരിടുന്ന ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭാഗമായിരുന്നു ഹബീബുർ റഹ്മാൻ. ആ ഹബീബുർ റഹ്മാൻ അംഗമായ സൈന്യം ജപ്പാനോട് യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം തടവിലാക്കപ്പെട്ട ഹബീബുർ റഹ്മാൻ അന്ന് IN രൂപീകരിക്കുന്ന സമയത്ത് INയുടെ ഭാഗമാവുകയും പല പടികൾ കടന്ന് നെഹ്റു ബ്രിഗേഡിന്റെ തലവനാകുകയും ചെയ്തിരുന്നു. INയുടെ ഏറ്റവും ശക്തമായ ബ്രിഗേഡാണ് നെഹ്റു ബ്രിഗേഡ്. അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഹബീബുർ റഹ്മാനാണ്. നേതാജിയും അനുയായികളും മണിപ്പൂർ മേഖലയിലേക്ക് നീങ്ങിയപ്പോൾ ബർമയുടെ ഭാഗത്തായിരുന്നു ഹബീബുർ റഹ്മാൻ. അതിശക്തമായ ഒരു പോരാട്ടം ഹബീബുർ റഹ്മാൻ അമേരിക്കൻ സേനയ്ക്കും ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ അവിടെ നടത്തിയെങ്കിലും അദ്ദേഹത്തിന് പക്ഷേ ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യത്തിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പിൽ അടിപതറുകയും അവിടെ നിന്ന് അദ്ദേഹം പിൻവാങ്ങാൻ നിർബന്ധിതനാവുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് INA ഭടന്മാർക്ക് ജീവഹാനി സംഭവിച്ച ഒരു യുദ്ധമാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിന് സിംഗപ്പൂരിലേക്ക് മടങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ഇന്നത്തെ ബർമയിലെ എല്ലാവരും അറിയുന്ന ആങ് സാൻ സൂചിയുടെ അച്ഛനാണ്. അദ്ദേഹം അന്ന് ബർമയിലെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഒരു സമരം നയിക്കുന്ന കാലഘട്ടമാണ്. ആ ഹബീബുർ റഹ്മാനാണ് ഇപ്പോ സൈഗോണിൽ സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്യാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ. രണ്ടാമത്തത് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യക്ക് പുറത്ത് തുടക്കം കുറിച്ച ഇന്ത്യൻ ഗവൺമെന്റ് ആസാദ് ഹിന്ദ് ഗവൺമെന്റിന്റെ ഒരു മിനിസ്റ്ററാണ് SA അയ്യർ. പിന്നെയുള്ളത് സുഭാഷ് ചന്ദ്രബോസിന് ദീർഘകാല സുഹൃത്തായ മേജർ ആബിദ് ഹസനും പിന്നെ മറ്റു 3 പേരുമാണ്. സൈഗോൺ എയർപോർട്ടിൽ വിമാനം റെഡിയായി. യുദ്ധത്തിൽ അടിപതറിയിരിക്കുകയാണ് ഇപ്പോൾ ജപ്പാന്. അതുകൊണ്ട് തന്നെ ജപ്പാന്റെ വൻ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുന്ന സമയം കൂടിയാണ്. സൈഗോണിലുള്ള വിമാനത്തിൽ അവരാണ് കൂടുതലും കയറിയിരുന്നത്. സമയമായപ്പോൾ ഒരേ ഒരു സീറ്റ് ബാലൻസ് ഉള്ളൂ. സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി മാത്രമാണ് ഒരു സീറ്റ് റിസർവ് ചെയ്യാൻ ജനറൽ ഇസോദയ്ക്ക് പറ്റിയത്. സുഭാഷ് ചന്ദ്രബോസ് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സീറ്റ് കൂടി തരപ്പെടുത്തുകയും അതിൽ ഹബീബുർ റഹ്മാനെ കൂടി കയറ്റുകയും ചെയ്തു. ഇപ്പോൾ INA പ്രതിനിധീകരിച്ച് 2 ആളുകളാണ് ആ വിമാനത്തിലുള്ളത്. സുഭാഷ് ചന്ദ്രബോസും ഹബീബുർ റഹ്മാനും. ബാക്കി എല്ലാ ആളുകളും ജപ്പാൻ സൈന്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരാണ്. INAയുടെ ബാക്കിയുള്ള നേതാക്കളൊക്കെ തുടർന്നു വരുന്നുള്ള ഫ്ലൈറ്റുകളിൽ സുഭാഷ് ചന്ദ്രബോസിനെ അനുഗമിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായത്. ഏകദേശം 2 മണിയോടുകൂടി സൈഗോണിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വഹിച്ചുള്ള വിമാനം പറന്നു വരികയാണ്. മുൻഭാഗത്തുള്ള എഞ്ചിന്റെ സൈഡിലെ ചിറകിന് സമീപത്താണ് സുഭാഷ് ചന്ദ്രബോസിന് സീറ്റ് അറേഞ്ച് ചെയ്തിരുന്നത്. ഈ ഭാഗം വരെയുള്ള ചരിത്രം പൂർണ്ണമായും 100% എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. സുഭാഷ് ചന്ദ്രബോസിനെ കാണാനും അദ്ദേഹത്തിന്റെ ആശീർവാദം വാങ്ങിക്കാനുമായി അനവധി ആളുകൾ ആ സമയത്ത് എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. അവരൊക്കെയും ഈ വിമാനം പറന്നു പോകുന്നതിന്റെ ദൃക്സാക്ഷികളുമാണ്. യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് 17 എന്ന് പറയുന്നത് ജപ്പാൻ കീഴടങ്ങിയതിന്റെ 2ാം ദിവസമാണ്. ആ ദിവസം ഒരു ജപ്പാൻ യുദ്ധവിമാനം ആകാശത്തിലേക്ക് പറന്നു പോകുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്തുണ്ടായ ഒരു തകരാറാണ്. ജപ്പാൻ കീഴടക്കിയിട്ടുള്ള പല മേഖലകളിലും അപ്പോഴും ജപ്പാൻ തന്നെയാണ് അധികാരത്തിൽ. സഖ്യസേനയുടെ മുന്നിൽ ജപ്പാൻ കീഴടങ്ങിയതിന്റെ ഒരു യഥാർത്ഥ ചിത്രം ആ സമയത്തൊന്നും തന്നെ സൈന്യത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ജർമ്മനി കീഴടങ്ങിയതിന് ശേഷം സ്റ്റാലിനും ചർച്ചിലും റൂസ്വെൽറ്റും കൂടി ജർമ്മനിയിലെ പോസ്റ്റ്ഡാം എന്ന സ്ഥലത്ത് കൂടുകയും അവിടെ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു. ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു. പക്ഷേ ആ പ്രഖ്യാപനം അനുസരിച്ച് ജപ്പാൻ കീഴടങ്ങിയിരുന്നില്ല. അതിനുശേഷമാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ബോംബ് ഇടുന്നത്. ഇവിടെ ആഗസ്റ്റ് 15 ജപ്പാൻ ചക്രവർത്തി ഹിരോഹിത പറഞ്ഞത് പോസ്റ്റ്ഡാം ഡിക്ലറേഷൻ അനുസരിച്ച് കീഴടങ്ങുന്നു എന്നാണ്. ആ വാക്യം ഒരു വ്യക്തതക്കുറവ് ജപ്പാൻ സൈന്യത്തിൽ എമ്പാടും ഉണ്ടാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ ജപ്പാൻ കീഴടങ്ങിയോ അതോ ഒരു ഒത്തുതീർപ്പിന് വിധേയമായോ എന്നൊക്കെയുള്ളൊരു സംശയം ജപ്പാൻ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൈഗോണിൽ നിന്ന് ജപ്പാൻ ആർമി ഉദ്യോഗസ്ഥരെ വഹിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലൈറ്റിന് പറന്നു മുങ്ങാൻ കഴിഞ്ഞത്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് ലക്ഷ്യമിടുന്നത് ജപ്പാനിലേക്കുള്ള യാത്രക്കിടയിൽ ജപ്പാന്റെ അധീനതയിലുള്ള മഞ്ചൂറിയയിലെ ഡയറിൽ ഇറങ്ങുക എന്നുള്ളതാണ്. അവിടെ ഏതാനും ദിവസങ്ങൾക്കകം സോവിയറ്റ് യൂണിയൻ എത്തുകയും സോവിയറ്റ് യൂണിയന്റെ തടവുകാരനായി മാറുക എന്നുള്ളതാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ടാർഗറ്റ് എന്നും അദ്ദേഹത്തിന്റെ INA സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ചരിത്രകാരന്മാർ ഇവിടെ മറ്റൊരു അഭിപ്രായം കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പമുള്ള INAയുടെ മറ്റു ഭടന്മാർ യഥാർത്ഥത്തിൽ
ബ്രിട്ടീഷ് സർക്കാരിന്റെ ഭാഗമായി സൈന്യത്തിൽ ഉണ്ടായിരുന്നവരാണ്. അവർ ബ്രിട്ടനോടൊപ്പം പണിയെടുത്തവരാണ്. ഇപ്പോൾ ബ്രിട്ടനെതിരായിട്ട് സമരം നടത്തിയവരുമാണ്. എന്നിരുന്നാലും അവർക്ക് ആർക്കും തന്നെ സുഭാഷ് ചന്ദ്രബോസ് സോവിയറ്റ് യൂണിയന്റെ തടവുകാരനാകുന്നത് പോലെ തടവുകാരനാകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. തടവുകാരനാകുകയാണെങ്കിൽ ബ്രിട്ടന്റെ മുന്നിലോ അല്ലെങ്കിൽ US-ന്റെ മുന്നിലോ മാത്രം തടവുകാരായാൽ മതി എന്നൊരു വിശ്വാസമാണ് അവർക്ക് പൊതുവെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെല്ലാവരും സൈഗോണിൽ നിന്ന് തൈവാൻ വഴി നേരെ ജപ്പാനിലേക്ക് യാത്ര ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിൽ സൈഗോണിൽ നിന്ന് തൈവാനിൽ വന്നിട്ട് നേരെ ഇവിടെ ചൈനയുടെ ഭാഗത്തെത്തുന്നു. അവിടെ സോവിയറ്റ് യൂണിയന്റെ പിടിയിലാവുക. ഇതാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ടാർഗറ്റ്. അത് പക്ഷെ INAയുടെ ബാക്കി ഭടന്മാർക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെന്നാണ് ചരിത്രകാരന്മാരുടെ രേഖപ്പെടുത്തൽ. വിയറ്റ്നാമിലെ സൈഗോണിൽ നിന്ന് പറന്നുയർന്ന വിമാനം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിയറ്റ്നാമിൽ തന്നെയുള്ള ഒരു എയർപോർട്ടിൽ തിരിച്ചിറക്കുകയാണ്. ശരിക്കും ഭാരം കൂടുതലാണെന്ന് എന്ന് തോന്നിയത് കൊണ്ടാണ് അവർ ആ വിമാനം അവിടെ ഇറക്കിയത്. സുഭാഷ് ചന്ദ്രബോസിന് ഒരുപാട് സമ്മാനങ്ങൾ സിംഗപ്പൂരിൽ നിന്നും അതുപോലെ ബാങ്കോക്കിൽ നിന്നും സൈഗോണിൽ നിന്നുമൊക്കെ അവിടെയുള്ള ആളുകൾ നൽകിയിരുന്നു. ആ സമ്മാനങ്ങളൊക്കെ വിമാനത്തിനകത്ത് കയറ്റിയതുകൊണ്ട് വിമാനത്തിൽ ഭാരം കൂടിയതാണ് കാരണം. ആ സമ്മാനത്തിൽ നിന്ന് ഏകദേശം 1/2 ടണ്ണോളം സാധനങ്ങൾ ആ എയർപോർട്ടിൽ അന്ന് സന്ധ്യയ്ക്ക് ഇറക്കി വെക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് അന്ന് പിന്നീട് വിമാനം എടുത്തില്ല. പിറ്റേന്ന് രാവിലെ ഡാ നങ് എന്ന് ഇപ്പൊ നമ്മൾ വിളിക്കുന്ന ആ എയർപോർട്ടിൽ നിന്ന് വിമാനം പറന്നു വരികയും തൈവാനിൽ 18-ാം തീയതി ഉച്ചയോടുകൂടി എത്തിച്ചേരുകയും ചെയ്തു. തൈവാനിലെ തൈഹോക്കു വിമാനത്താവളത്തിലാണ് വിമാനം ഇറങ്ങിയത്. ഇവിടം വരെയുള്ള കഥയും എല്ലാ ചരിത്രകാരന്മാരും യോജിക്കുന്ന ഭാഗമാണ്. 1945 ആഗസ്റ്റ് 18 ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് വിമാനം തൈഹോക്ക് എയർപോർട്ടിൽ എത്തുന്നത്. ഏകദേശം 2 മണിക്കൂറോളം സമയം വിമാനം അവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് വിമാനത്തിൽ വീണ്ടും ഇന്ധനം നിറയ്ക്കുന്നത്. അതോടൊപ്പം സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെ എല്ലാ ആളുകളും ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുന്നതും അവിടെ വെച്ചിട്ടാണ്. കൃത്യം 2 മണി കഴിഞ്ഞപ്പോൾ വിമാനം വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ആ വിമാനത്തിന് 2 എഞ്ചിനുണ്ട്. അതിൽ മുൻഭാഗത്തുള്ള എഞ്ചിന്റെ വശത്തുള്ള ചിറക്, ആ ചിറകിന്റെ സമീപത്തുള്ള സീറ്റിലാണ് ഇപ്പോഴും സുഭാഷ് ചന്ദ്രബോസിന്റെ സീറ്റ്. അതിന് സമീപത്ത് തന്നെയാണ് ഹബീബ് റഹ്മാന്റെ സീറ്റ്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുകയാണ്. മെക്കാനിക്കൽ സ്റ്റാഫൊക്കെ അപ്പോഴും ഗ്രൗണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. അതിവേഗതയിൽ ടേക്ക് ഓഫ് ചെയ്ത വിമാനം ടേക്ക് ഓഫ് ചെയ്ത സെക്കൻഡുകൾക്കകം ഒന്ന് കുലുങ്ങിയാണ്. താഴെ നിൽക്കുന്ന മെക്കാനിക്കൽ സ്റ്റാഫുകൾക്ക് ആ കാഴ്ച വളരെ വ്യക്തമാണ്. വിമാനത്തിൽ എന്തോ ഒരു വലിയ സാധനം അടർന്ന് താഴോട്ട് വീഴുകയാണ്. വിമാനത്തിന്റെ മുൻവശത്തെ എഞ്ചിനുമായി ഘടിപ്പിച്ചിട്ടുള്ള പ്രൊപ്പല്ലറാണ് പൊട്ടി താഴോട്ട് വീണിരിക്കുന്നത്. കൂടെ എഞ്ചിന്റെ ഒരു പാർട്ടും താഴോട്ട് വീണിരിക്കുകയാണ്. വലതുവശത്താണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. പെട്ടെന്ന് വിമാനം ഇടത്തേക്ക് ചരിയുകയാണ്. ഇടത്തേക്ക് ചരിഞ്ഞതും വിമാനത്തിന് മുൻഭാഗത്ത് പിടിച്ച തീ അകത്തേക്ക് പടർന്നു കയറുകയാണ്. സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെ സകല ആളുകളും വിമാനത്തിന്റെ പുറകോട്ട് ഉരുണ്ടു വീഴാൻ തുടങ്ങുന്നത് ഈ സമയത്താണ്. മുൻഭാഗത്ത് നിന്ന് ഇന്ധനം ചോരുന്നതിന്റെ ഗന്ധവും ഈ സമയത്ത് സുഭാഷ് ചന്ദ്രബോസിനും ഹബീബുർ റഹ്മാനും അതുപോലെ മറ്റ് സൈനിക ഉദ്യോഗസ്ഥർക്കും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വിമാനം പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്യാണ്. മൂക്കുകൂത്ത ഇടിച്ച് നിൽക്കുകയാണ്. വിമാനം ഇടിച്ചു നിന്നപ്പോൾ 2ആയി ഒടിഞ്ഞ ഒരു പ്രതീതിയാണ് ഉണ്ടായത്. എല്ലാം സെക്കൻഡുകൾക്കകം കഴിയുകയാണ്. വിമാനത്തിന്റെ ഇന്ധനം ഈ സമയത്ത് തെറിച്ച് വീണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ഡ്രസ്സ് മുഴുവൻ ഇന്ധനത്താൽ കുതിർന്നു കഴിഞ്ഞിരുന്നു. പുറകുവശത്ത് ഡോറ് വഴി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയപ്പോൾ പുറകുവശത്തെ ഡോറ് കൃത്യമായും ജാം ആയിരിക്കുകയാണ്. ആർക്കും പുറകുവശം വഴി കടക്കാൻ പറ്റാത്തൊരവസ്ഥ. മുൻവശത്തെ ഡോറ് ഓപ്പൺ ആണ്. വിമാനം ക്രാഷ് ലാൻഡ് ചെയ്തുടൻ മുൻവശത്തെ ഡോറ് ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ആയിരുന്നു. അത് തുറന്നു കിടക്കുന്നത് ഹബീബുർ റഹ്മാനും സുഭാഷ് ചന്ദ്രബോസും കാണുകയാണ്. 2 പേർക്കും രക്ഷപ്പെടാനുള്ള ഏക മാർഗം ആ വാതിലാണ്. പക്ഷെ അവിടെ ഒരു വിഷയമുണ്ട്. മുൻവശത്ത് കോക്പിറ്റിന്റെ ഭാഗത്തുനിന്ന് തീ അകത്തേക്ക് പടർന്നു വരുന്ന സമയമാണ്. 2ഉം കൽപ്പിച്ചുകൊണ്ട് 2 പേരും അതുവഴി ഓടി പുറത്തേക്ക് ചാടുകയാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് കണ്ടുകൊണ്ടുനിരുന്ന മെക്കാനിക്കൽ സ്റ്റാഫുകൾ വിമാനം ഇടിച്ചിറങ്ങിയത് കണ്ട് അവർ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് വിമാനം ഇടിച്ചു വീണ ഭാഗത്തേക്ക് ഓടി വരുന്നത് ഈ സമയത്താണ്. കിട്ടാവുന്ന ഉപകരണങ്ങളുമായി വിമാനത്തെ തീയണയ്ക്കാനായി എയർപോർട്ടിലെ മറ്റ് സംവിധാനങ്ങൾ ഒരുങ്ങുന്നതേ ഉള്ളൂ. ആളുകൾ വിമാനത്തിന് നേരെ ഓടി വരുമ്പോൾ വിമാനത്തിൽ നിന്ന് ചാടി ഇറങ്ങിയ 2 പേർ അവർക്ക് നേരെ ഓടി വരുന്നത് അവർക്ക് കാണാം. അതിൽ ഒരാൾ പൂർണ്ണമായി നിന്ന് കത്തിക്കൊണ്ടാണ് അവരെ നേരെ ഓടി വരുന്നത്. ഓടി വരുന്ന മെക്കാനിക്കൽ സ്റ്റാഫുകൾ അമ്പരപ്പോടെയാണ് ആ
കത്തുന്ന മനുഷ്യന്റെ മുഖം ദർശിക്കുന്നത് അത് സുഭാഷ് ചന്ദ്രബോസാണ്. പുറകെ ഓടിയെത്തിയ ഹബീബുർ റഹ്മാനും മെക്കാനിക്കൽ സ്റ്റാഫും കൂടി കയ്യിലുണ്ടായിരുന്ന തുണിത്തരങ്ങളും മറ്റും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ ശരീരത്തിൽ തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയോ തുണികളൊക്കെ ഇട്ടുകൂട്ടി സുഭാഷിന്റെ തീ അണയ്ക്കുമ്പോഴും അവർക്ക് സുഭാഷിന്റെ മുഖം വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സുന്ദരമായ മുഖം നന്നായി കരിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. വിമാനത്താവളത്തിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു ട്രക്കിലാണ് സുഭാഷ് ചന്ദ്രബോസിനെയും ഹബീബുർ റഹ്മാനെയും അതുപോലെ ആ വിമാനത്തിൽ അപകടപ്പെട്ട മറ്റ് ജപ്പാൻ സൈനിക ഉദ്യോഗസ്ഥരെയൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. തൈഹോക്ക് എയർപോർട്ടിന്റെ വടക്ക് ഭാഗത്താണ് നാൻമോൺ മിലിറ്ററി ഹോസ്പിറ്റൽ. അവിടേക്കാണ് സുഭാഷ് ചന്ദ്രബോസിനെയും മറ്റ് ആളുകളെയും വഹിച്ചുകൊണ്ടുള്ള ആ ട്രക്ക് ഓടിയെത്തുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് 3 മണി ആകാറായപ്പോഴാണ് സുഭാഷ് ചന്ദ്രബോസിനെയും കൂടെയുള്ള ആളുകളെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ ഡോക്ടർ തനി യോഷിമിയെ വിവരം അറിയിക്കുകയാണ്. അദ്ദേഹമാണ് സർജൻ. ഉടൻ തന്നെ അദ്ദേഹം സ്ഥലത്തെത്തുന്നു. ഡോക്ടർ യോഷിമി ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്തും സുഭാഷ് ചന്ദ്രബോസിന് പൂർണ്ണമായ ബോധമുണ്ട്. യോഷിമയോട് സുഭാഷ് ചന്ദ്രബോസ് സംസാരിക്കുകയും ചെയ്തു. സുഭാഷ് ചന്ദ്രബോസിന്റെ വസ്ത്രങ്ങൾ മുഴുവൻ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ശരിക്കും 3rd ഡിഗ്രി പൊള്ളലാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഏറ്റിരിക്കുന്നത്. ഡോക്ടർ യോഷിമയെ സഹായിക്കാനായിട്ട് ഡോക്ടർ സുരാത്തയും ആ സമയത്തുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ആകമാനം പരിശോധിക്കുകയാണ്. നെഞ്ചിലാണ് കാര്യമായ പൊള്ളലേറ്റിരിക്കുന്നത്. അതീവ ഗുരുതരമായ പൊള്ളലാണ് സുഭാഷ് ചന്ദ്രബോസിനെ ഏറ്റിരിക്കുന്നതെന്ന് ഡോക്ടർ യോഷിമിക്കും ഡോക്ടർ സുരാത്തയ്ക്കും മനസ്സിലാവുകയാണ്. അന്ന് ഹോസ്പിറ്റലിൽ ലഭ്യമായിരുന്ന അണുനശീകരണിയാണ് റിവാമോൾ. റിവാമോള് സുഭാഷ് ചന്ദ്രബോസിന്റെ ശരീരം മുഴുവൻ പുരട്ടുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ഒന്ന് ഫുൾ ബാൻഡേജ് ചെയ്യുകയാണ്. ഡോക്ടർ യോഷിമി ഈ സമയത്താണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ഹൃദയമിടിപ്പ് പരിശോധിക്കുന്നത്. ഹൃദയമിടിപ്പ് വളരെ വളരെ വീക്കായി തുടങ്ങിയിരിക്കുകയാണ്. തുടർന്ന് അദ്ദേഹത്തിന് വിറ്റാകാമ്പറിന്റെ 4 ഇഞ്ചക്ഷനും ഡിജിറ്റാമൈന്റെ 2 ഇഞ്ചക്ഷനും കൊടുക്കുകയാണ്. അടിയന്തരമായി സുഭാഷ് ചന്ദ്രബോസിൽ എത്തിക്കേണ്ട ചില മരുന്നുകളാണ് അവ. അത് കൃത്യമായി കൊടുക്കുകയാണ്. ഇവ ഓരോ 30 മിനിറ്റ് ഇടവിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനിടയിൽ അദ്ദേഹത്തിന് ശരിക്കും ഫ്ലൂയിഡ് നഷ്ടമായതുകൊണ്ട് അതും കൃത്രിമമായി കൊടുക്കുകയാണ്. റിങ്ങർ സൊല്യൂഷൻ അദ്ദേഹത്തിന് വെയിൻ വഴി ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്നതും ഈ സമയത്താണ്. കാരണം ശരിക്കും ഫ്ലൂയിഡ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ഈ സമയത്ത് അദ്ദേഹത്തിന് രക്തം നഷ്ടപ്പെട്ടിരുന്നതുകൊണ്ട് വീണ്ടും രക്തവും ഞരമ്പ് വഴി കയറ്റുകയാണ്. അതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ ഇഷിയാണ്. ഈ സമയത്ത് അനവധി സ്റ്റാഫ് നഴ്സുമാരൊക്കെ ആ മുറിയിലുണ്ട്. എന്നാൽ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഈ സമയത്തൊക്കെയും സുഭാഷ് ചന്ദ്രബോസ് സ്റ്റഡി ആയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം തല ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ചികിത്സകളൊക്കെ നടക്കുമ്പോഴും നേതാജി സുഭാഷ് ചന്ദ്രബോസ് പൂർണ്ണമായും ബോധത്തിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ വൈകുന്നേരം 7 മണിയൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുകയും അദ്ദേഹം ഒരു കോമ സ്റ്റേജിലേക്ക് മാറുകയും ചെയ്തു. രാത്രി 9 മണിക്കും 10 മണിക്കും ഇടയിൽ ഡോക്ടർ യോഷിമി പുറത്ത് കാത്തു നിൽക്കുന്ന ആളുകളെ ആ വിവരം അറിയിച്ചു. സുഭാഷ് ചന്ദ്രബോസ് മരിച്ചു. ഒരു വല്ലാത്ത ഞെട്ടലാണ് ആ വാർത്ത ഉണ്ടാക്കിയത്. 2 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 20-ന് സുഭാഷ് ചന്ദ്രബോസിനെ തേഖോവിലെ പ്രധാന ശ്മശാനത്തിൽ അടക്കം ചെയ്യുകയാണ്. അതും കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ആഗസ്റ്റ് 23-ന് ജപ്പാൻ ന്യൂസ് ഏജൻസി ഡമായി ആ വാർത്ത പ്രസിദ്ധം ചെയ്തു. സുഭാഷ് ചന്ദ്രബോസും ജപ്പാൻ ആർമി ജനറൽ ഷിഥയെയും ദാരുണമായി പ്ലെയിൻ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് ആ ന്യൂസ് ഏജൻസി ലോകത്തോടായി അറിയിക്കുന്നത്. സെപ്റ്റംബർ 7-ന് ജപ്പാൻ സൈനിക ഉദ്യോഗസ്ഥനായ ടാസുദോ ഹയാസിഥ സുഭാഷ് ചന്ദ്രബോസിന്റെ ചിതാഭസ്മം ഒരു കുടത്തിലാക്കി അത് നേരെ ടോക്കിയോയിൽ എത്തിക്കുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ ചിതാഭസ്മം ടോക്കിയോയിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ നേതാവായ രാമമൂർത്തിക്ക് സർക്കാർ കൈമാറുകയാണ്. സെപ്റ്റംബർ 14-ന് സുഭാഷ് ചന്ദ്രബോസിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു അനുസ്മരണ യോഗവും ടോക്കിയോയിൽ നടത്തുകയുണ്ടായി. അതിനുശേഷം സുഭാഷ് ചന്ദ്രബോസിന്റെ ചിതാഭസ്മം നിച്ചീരിയൻ ബുദ്ധിസം എന്ന ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയാണ്. അന്ന് മുതൽ ഇപ്പോഴും സുഭാഷ് ചന്ദ്രബോസിന്റെ ചിതാഭസ്മം ആ ക്ഷേത്രത്തിൽ അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ചിതാഭസ്മം കാണാനും അതിൽ തൊട്ടുതൊഴുവാനായിട്ട് ടോക്കിയോയിൽ എത്തുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കാറുണ്ട്. അതിന് രാഷ്ട്ര മതവ്യത്യാസങ്ങൾ ഒന്നുമേ ഇല്ല എന്നുള്ളതാണ് സത്യം. എല്ലാ ആളുകളുടെയും ഹൃദയത്തിലേക്ക്
ഒരു ആവേശമായി വളർന്നു വന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് സുഭാഷ് ചന്ദ്രബോസിനെ ആ കാലഘട്ടം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ചിതാഭസ്മം പവിത്രമായി ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ആകസ്മികമായ അപകട മരണത്തെ വിശ്വസിക്കുവാൻ മലയിലെയും സിംഗപ്പൂരിലെയും തമിഴ് വംശജർക്ക് കഴിയുമായിരുന്നില്ല. 1939 ഗാന്ധിജി നിർദ്ദേശിച്ച പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ പട്ടാഭി സീതാരാമയ്യെ സുഭാഷ് ചന്ദ്രബോസ് തോൽപ്പിക്കുന്നത് പൂർണ്ണമായും സൗത്ത് ഇന്ത്യയിലെ തമിഴ് വംശജരായ ആളുകളുടെ വോട്ട് കൊണ്ടാണ്. കോൺഗ്രസ് പാർട്ടിയിലെ തെക്കേ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും ഗാന്ധിജിയുടെ സ്ഥാനാർത്ഥിക്ക് എതിരായി വോട്ട് ചെയ്ത ഒറ്റ കാരണത്താലാണ് അന്ന് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നത്. സുഭാഷ് ചന്ദ്രബോസിനോട് തമിഴ് വംശജർക്ക് ഒരു വല്ലാത്ത ഇഷ്ടമാണ്. ആ ഇഷ്ടം അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മുഴുവൻ തമിഴ് വംശജർക്കും ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും തന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ മരണം അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല. അതേപോലെ നാട്ടിലും സുഭാഷ് ചന്ദ്രബോസിന് വലിയ സ്വീകാര്യതയാണ്. പക്ഷേ കോൺഗ്രസിന്റെ അണികൾക്കും നേതാക്കൾക്കും സുഭാഷ് ചന്ദ്രബോസ് ഫാസിസ്റ്റ് ശക്തികളായ ജർമ്മനിയോടും ജപ്പാനോടും അടുപ്പം കാണിച്ചതും അവരുടെ ഭാഗമായതും ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കൾക്ക് സുഭാഷ് ചന്ദ്രബോസിന്റെ ദാരുണമായ അന്ത്യത്തിൽ നടുക്കവും വിഷമവും ഉണ്ടായിരുന്നു. പക്ഷേ ജപ്പാനുമായി ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കാനായി സുഭാഷ് ചന്ദ്രബോസ് നടത്തിയ നീക്കം അംഗീകരിക്കാൻ പറ്റുകയുമില്ലായിരുന്നു. എന്നാൽ അതേ സമയത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ അത്തരം നീക്കങ്ങളെ സർവാത്മന അംഗീകരിക്കുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. ആ സമൂഹം സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. തുടർന്ന് ഒരുപാട് കഥകൾ ഉണ്ടാവുകയാണ്. സുഭാഷ് ചന്ദ്രബോസ് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ശൈലിയിൽ അനവധി കഥകൾ 1945 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് അന്വേഷണങ്ങൾക്ക് ഇടയായ അനവധി കഥകൾ. അതിന്റെ കാരണം സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. സുഭാഷ് ചന്ദ്രബോസിന് നമ്മുടെ മലയാളികളുടെ വടക്കൻ പാട്ടിലെ വീരഗാഥകളിൽ നമ്മൾ സൂചിപ്പിക്കുന്ന ആളുകളുടെ അതേ ശൈലിയിലുള്ള ഒരു ഇമേജാണ് ബംഗാളിലെമ്പാടും ഉണ്ടായിരുന്നത്. 24 മണിക്കൂറും സുഭാഷ് ചന്ദ്രബോസിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ബ്രിട്ടീഷ് ഭടന്മാരെയും നിശ്ചലരാക്കിക്കൊണ്ട് അവരറിയാതെ അവർക്കിടയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ട് പുറത്തുപോയ കഥ ആളുകളെ വല്ലാതെ ആവേശം കൊള്ളിച്ചിരുന്നു. ഏത് വേഷത്തിലും എവിടെ വേണമെങ്കിലും സുഭാഷ് ചന്ദ്രബോസിന് പ്രത്യക്ഷപ്പെടാൻ കഴിയുമെന്നൊരു ഫീല് ഒരുപാട് ചെറുപ്പക്കാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഥകൾക്ക് ഒരു വീരപരിവേഷമാണ് ഉണ്ടായത്. സിരകളെ ജ്വലിപ്പിക്കുന്ന കഥകളാണ് പലതും. അതിന്റെ പ്രധാന കാരണക്കാരൻ ബാങ്കോക്കിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് കണ്ടുമുട്ടി എന്ന് സൂചിപ്പിക്കുന്ന INA-യുടെ അവിടുത്തെ തലവൻ JR ബോൺസ്ലെയാണ്. ബോൺസ്ലെ ബാങ്കോക്കിൽ നിന്ന് സൈഗോണിലേക്ക് സുഭാഷ് ചന്ദ്രബോസിനെ വിമാനത്തിൽ കടത്തിവിട്ട ആളാണ്. സൈഗോണിൽ നിന്നാണ് തൈഹോക്കിലേക്ക് വിമാനം പോയത്. തൈഹോക്കിൽ വെച്ചാണ് അപകടം പറ്റിയത്. JR ബോൺസ്ലെ പറയുന്നത് ഒരു കാരണവശാലും ആ വിമാനം അപകടത്തിൽപ്പെടില്ലെന്നാണ്. അത് വിശ്വസിക്കാൻ അദ്ദേഹം തയ്യാറുമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ INA-യിലൂടെ അദ്ദേഹം ആ ഒരു ഇമേജ് പടർത്താനാണ് ബോധപൂർവ്വം ശ്രമിച്ചത്. 1945 ആഗസ്റ്റ് 19 ജനറൽ ഇസോധ JR ബോൺസ്ലെ കാണാൻ വന്നിരുന്നു. JR ബോൺസ്ലെ കണ്ടപ്പോൾ JR ബോൺസ്ലെ സുഭാഷ് ചന്ദ്രബോസ് അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്നതായിട്ടാണ് ജനറൽ ഇസോധയോട് പറഞ്ഞത്. അതുപോലെ തന്നെയായിരുന്നു ഗാന്ധിയുടെ അഭിപ്രായം. ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസ് മരിച്ചു എന്ന് വിശ്വസിക്കാൻ തയ്യാറായില്ല. പക്ഷെ ഗാന്ധിജിയുടെ ആ വിശ്വാസത്തിന് മാറ്റമുണ്ടാകുന്നത് സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഹബീബുർ റഹ്മാനെ നേരിൽ കാണുന്ന വഴിയാണ്. ഹബീബുർ റഹ്മാന്റെ തൊട്ടടുത്ത സീറ്റിലാണ് സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്നതെന്നും സുഭാഷ് ചന്ദ്രബോസ് അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഹബീബുർ റഹ്മാൻ വളരെ വ്യക്തമായി ഗാന്ധിജിയോട് പറയുകയാണ്. അതുവഴി ഗാന്ധിജിക്ക് ആ വിശ്വാസം ഉറച്ചു. INA-യുടെ വനിതാ വിഭാഗത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ലക്ഷ്മി സ്വാമിനാഥൻ യഥാർത്ഥത്തിൽ വിശ്വസിച്ചിരുന്നത് സോവിയറ്റ് അധീനതയിലുള്ള മഞ്ചൂരിയയിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് സോവിയറ്റ് യൂണിയന്റെ തടവിലായെന്നാണ്. സോവിയറ്റ് തടവറയിൽ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടെന്നുള്ള വിശ്വാസമാണ് ക്യാപ്റ്റൻ ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നത്. സോവിയറ്റ് സഹായത്തോടുകൂടി ദില്ലിയിലേക്ക് സുഭാഷ് ചന്ദ്രബോസ് ഒരു മാർച്ച് നടത്തും എന്നൊരു വിശ്വാസം INA-യുടെ എല്ലാ തലത്തിലുമുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. അവർ ആ വിശ്വാസം ഉറക്കെ വിശ്വസിച്ചുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് അത് പരത്തുകയും ചെയ്തിരുന്നു.
സുഭാഷ് ചന്ദ്രബോസ് ദില്ലിയിലേക്ക് മാർച്ച് ചെയ്യുന്ന ഒരു ദിവസം അതായിരുന്നു അവരുടെയൊക്കെ സ്വപ്നത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നതിനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ ശ്രമഫലമായല്ലാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല എന്നൊരു വിശ്വാസം അവരിലേക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എന്നാൽ 1945 ആഗസ്റ്റ് 18 വിമാന അപകടം നടന്ന ഉടൻ തന്നെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണം നടന്നത് മൗണ്ട് ബാറ്റൺ നിർദ്ദേശിച്ചത് അനുസരിച്ച് 1946 കേണൽ സർ ജോൺ ഫിഗസ് നടത്തിയ ഒരു അന്വേഷണമാണ്. അദ്ദേഹം ബ്രിട്ടീഷ് ആർമിയുടെ ഇന്റലിജൻസ് ഓഫീസറായിരുന്നു. ഫിഗസ് വളരെ വിശദമായ അന്വേഷണം നടത്തുകയും ആ റിപ്പോർട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുക്കുകയും ചെയ്തിരുന്നു. അത് ഒരു രഹസ്യരേഖയായി കാലങ്ങളോളം ബ്രിട്ടീഷ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കാലങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിലേക്ക് ചോർന്നു കിട്ടുന്നത്. ആ പാരഗ്രാഫ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: താഴെ സൂചിപ്പിക്കുന്ന ആളുകളുമായി നേരിൽ കണ്ട് നടത്തിയ വിവരശേഖരണത്തിന്റെ ഫലമായി എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും 1945 ആഗസ്റ്റ് 18 തൈവാനിലെ തൈഹോക്കു എയർപോർട്ടിൽ നടന്ന വിമാന അപകടത്തിന്റെ ഭാഗമായി സുഭാഷ് ചന്ദ്രബോസ് തൈഹോ മിലിറ്ററി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നും അവിടെ രാത്രി 9 മണിക്ക് 10 മണിക്കിടയിൽ അദ്ദേഹം അന്തരിച്ചുവെന്നും എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. വളരെ വിശദമായ ഒരു വിവരണമാണ് തുടർന്ന് ഫിഗേഴ്സ് ആ റിപ്പോർട്ടിന്റെ ഭാഗമായി നൽകിയിരിക്കുന്നത്. ശരീരത്തിന്റെ സിംഹഭാഗവും പൊള്ളിയതിന്റെ ഫലമായി ഉണ്ടായ ഹാർട്ട് ഫെയില്യൂറാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണമെന്നും ഫിഗേഴ്സ് ആ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ആളുകളെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമയത്ത് ഒന്നൊന്നായി കണ്ടാണ് റിപ്പോർട്ടിന് ആവശ്യമായ വിവരങ്ങളൊക്കെ ശേഖരിച്ചിരിക്കുന്നത്. ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാൾ അറിയാതെയാണ് എല്ലാ ആളുകളെയും ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നത്. ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, പട്ടാള ഉദ്യോഗസ്ഥരുണ്ട്, സാധാരണ വ്യക്തികളുണ്ട്, സെമിത്തേരിയിൽ ഉണ്ടായിരുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള എല്ലാ ടൈപ്പിലുള്ള ആളുകളെയും ഞാനിവിടെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ വിവരണങ്ങൾ അതേപടി താഴെ കൊടുക്കുകയാണ്. ഫിഗേഴ്സ് അതിനുശേഷം ഓരോ വ്യക്തിയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി അവിടെ ചേർത്തിരിക്കുകയാണ്. അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ 2 പേർ ലഫ്റ്റനന്റ് കേണൽമാരാണ്. ഒന്ന് ലഫ്റ്റനന്റ് കേണൽ സഖായിയും മറ്റൊന്ന് ലഫ്റ്റനന്റ് കേണൽ നോനോ ഗാക്കിയും. അവർ 2 പേരും സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം ആ വിമാനത്തിൽ ഉണ്ടായിരുന്നവരാണ്. അപകടം നടക്കുന്ന സമയത്ത് അവരും ആ പ്ലെയിനിൽ ഉണ്ടായിരുന്നു. അവരുടെ വിവരണങ്ങളാണ് വളരെ വ്യക്തമായി കൊടുത്തിരിക്കുന്ന ഒരു കാര്യം. അതുപോലെ ഡോക്ടർ യൗഷിമയും ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഡോക്ടേഴ്സിന്റെയും വിവരണങ്ങളും അതുപോലെ നഴ്സിംഗ് സ്റ്റാഫുകളുടെ വിവരണങ്ങളും ഒക്കെയുണ്ട്. അതോടൊപ്പം ആ ദിവസം പൂർണ്ണമായും സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം ഉണ്ടായിരുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ സഹായി ജപ്പാൻകാരനായ ഒരു അറ്റൻഡറുടെ ഇന്റർവ്യൂമുണ്ട്. അതോടൊപ്പം സുഭാഷ് ചന്ദ്രബോസിന്റെ ചിതാഭസ്മം തൈവാനിലെ തെയ്ഹോക്കുവിൽ നിന്ന് ജപ്പാന്റെ ടോക്കിയോയിലേക്ക് കൊണ്ടുപോയ ജപ്പാന്റെ ഓഫീസറായ ഹയാസിതയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധമുണ്ടായിരുന്ന എല്ലാ ആളുകളെയും സുഭാഷ് ചന്ദ്രബോസ് ആഗസ്റ്റ് 16 യാത്ര തുടങ്ങിയത് മുതൽ മരണപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലം വരെ സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും, വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും, ഹബീബുർ റഹ്മാൻ ഉൾപ്പെടെയുള്ള സകല ആളുകളുടെ ഇന്റർവ്യൂ ആണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെല്ലാം അടിസ്ഥാനത്തിൽ സർ ജോൺ ഫിഗസ് അസന്നിഗ്ധമായി കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് 1945 ആഗസ്റ്റ് 18 തൈവാനിലെ തെയ്ഹോക്കു എയർപോർട്ടിൽ നടന്ന വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്. അതിനുശേഷവും അനവധി അന്വേഷണങ്ങൾ നടന്നിരുന്നു. ആ അന്വേഷണങ്ങളുടെ എൻഡിൽ 4 കാര്യങ്ങൾ അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടു. ഒന്ന്, 1945 ആഗസ്റ്റ് 18 തൈവാനിലെ തൈഹോക്കു വിമാനത്താവളത്തിൽ ഒരു ബോംബർ വിമാനം പറന്നുയരാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ മുൻവശത്തെ എഞ്ചിൻ പൊട്ടുകയും അത് താഴെ വീഴുകയും ചെയ്തതിന്റെ ഫലമായി വിമാനം ക്രാഷ് ലാൻഡ് ചെയ്തു. വിമാനം തീപിടിച്ചു. വിമാനത്തിൽ ഉണ്ടായിരുന്ന പലരും കൊല്ലപ്പെട്ടു. ഇത് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, സുഭാഷ് ചന്ദ്രബോസ് ആ വിമാനത്തിലെ യാത്രക്കാരനായിരുന്നുവെന്നും വിമാനം ക്രാഷ് ലാൻഡ് ചെയ്തതിന് പിന്നാലെ സുഭാഷ് ചന്ദ്രബോസിനെ തൈഹോ മിലിറ്ററി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു എന്നുള്ള രേഖയും, അവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ പേരെഴുതി അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഹോസ്പിറ്റൽ റെക്കോർഡുകളും സുഭാഷ് ചന്ദ്രബോസ് ട്രീറ്റ്മെന്റിന് വിധേയനായതിന്റെ എല്ലാ രേഖകളുമുണ്ട്. 3, തെയ്ഹോയിലെ
പ്രധാനപ്പെട്ട ശ്മശാനത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ബോഡി ദഹിപ്പിച്ചതിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ആരുടെ ബോഡിയാണ് സംസ്കരിച്ചത്, ആ സംസ്കരിക്കപ്പെട്ട ബോഡിയുടെ ഉടമസ്ഥൻ എങ്ങനെയാണ് മരിച്ചത്, എവിടെ വെച്ചാണ് മരിച്ചത്, അതെല്ലാം ആ രേഖകളിലുണ്ട്. അത് സുഭാഷ് ചന്ദ്രബോസ് ആണെന്നും വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 4. സുഭാഷ് ചന്ദ്രബോസിന്റെ ചിതാഭസ്മം തേഹോക്കിൽ നിന്ന് ടോക്കിയോയിലേക്ക് കൊണ്ടുവന്നതും ടോക്കിയോയിലെ പ്രധാന അമ്പലത്തിൽ അത് ഇപ്പോഴും അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നതുമായ തെളിവുകൾ. ഈ 4 തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് നടന്ന എല്ലാ അന്വേഷണ കമ്മീഷനുകളും എത്തിച്ചേർന്ന് ഒരേ ഒരു നിഗമനത്തിലാണ്. സുഭാഷ് ചന്ദ്രബോസ് 1945 ഓഗസ്റ്റ് 18 പ്ലെയിൻ അപകടത്തിൽ പരിക്കുപറ്റുകയും തുടർന്ന് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു എന്നുള്ള വിവരമാണ് എല്ലാ അന്വേഷണ കമ്മീഷനുകളും അവസാനം എത്തിച്ചേർന്നത്. പക്ഷെ ഇതുകൊണ്ടൊന്നും സുഭാഷ് ചന്ദ്രബോസിന്റെ ബന്ധുക്കളോ സുഭാഷ് ചന്ദ്രബോസിന്റെ അനുയായികളോ സംതൃപ്തരായില്ല. അവർ വീണ്ടും വീണ്ടും സുഭാഷ് ചന്ദ്രബോസ് ജീവിച്ചിരിക്കുന്നു എന്ന ശൈലിയിൽ വിവരങ്ങൾ ധരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അനവധി കമ്മിറ്റികളാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ മരണം അന്വേഷിക്കാനായിട്ട് പാർലമെന്റ് രൂപീകരിച്ചത്. ഓരോ കമ്മിറ്റിയുടെയും അന്വേഷണം എത്തി നിൽക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് 1945 ആഗസ്റ്റ് 18 കൊല്ലപ്പെട്ടു എന്നുള്ള വിവരത്തിലാണ്. പക്ഷേ അപ്പോഴും സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട സമൂഹം അത് സമ്മതിക്കത്തില്ല. വീണ്ടും അന്വേഷണ കമ്മീഷൻ വയ്ക്കും. അങ്ങനെ അനവധി തവണയാണ് ധാരാളം അന്വേഷണ കമ്മീഷനുകളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വെച്ചത്. ഷാനവാസ് കമ്മീഷനും ഹോസ്ല കമ്മീഷനും ഒക്കെ ഇങ്ങനെ ഉണ്ടായ കമ്മീഷനുകളാണ്. ഷാനവാസ് കമ്മീഷനിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സഹോദരൻ സുരേഷ് ചന്ദ്രബോസും ഒരു അംഗമായിരുന്നു. 3 അംഗങ്ങളടങ്ങിയ ആ കമ്മിറ്റിയിൽ 2 പേർ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടു എന്ന് വിധി എഴുതിയപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ സഹോദരൻ അതിനകത്ത് ഒപ്പിടാൻ വിസമ്മതിക്കാനുണ്ടായി. എന്തൊക്കെ തെളിവുകൾ ആരൊക്കെ നിരത്തിയാലും സുഭാഷ് ചന്ദ്രബോസ് മരിച്ചു എന്ന് വിശ്വസിക്കാനും അത് അംഗീകരിക്കാനും താൻ തയ്യാറല്ല എന്നാണ് ആ റിപ്പോർട്ടിൽ മറുപടി എഴുതിക്കൊണ്ട് സുരേഷ് ചന്ദ്രബോസ് പറഞ്ഞത്. ആധുനിക ടെക്നോളജികൾ വന്നപ്പോൾ DNA പരിശോധനകളും വ്യാപകമായി. DNA പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് സന്യാസിയാണ് എന്ന പ്രചാരണത്തെ അന്വേഷണ ഏജൻസികൾ വളരെ വിദഗ്ധമായാണ് നേരിട്ടത്. സന്യാസിമാരുടെ DNA ശേഖരിച്ച് സുഭാഷ് ചന്ദ്രബോസിലെ കുടുംബത്തിലെ ആളുകളുടെ DNA സാമ്യപ്പെടുത്തി നോക്കി. ഒരു സാമ്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ആ കേസുകളൊക്കെ ഉപേക്ഷിക്കുകയാണ്. ഒരു സന്യാസിയുടെ കേസ് കെട്ടടങ്ങുമ്പോൾ വേറെ ഏതെങ്കിലും ഭാഗത്ത് വേറൊരു സന്യാസിയുടെ രൂപത്തിൽ ആ കഥ ഉണ്ടാവും. ആരൊക്കെയോ ബോധപൂർവം അത്തരം കഥകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ളൊരു അഭിപ്രായമാണ് സർക്കാരുമായി ബന്ധപ്പെട്ട ഏജൻസികൾക്ക് ഉണ്ടായിരുന്നത്. അത് ജനതാ സർക്കാർ ഭരിക്കുമ്പോഴും വാജ്പേയി സർക്കാർ ഭരിക്കുമ്പോഴും മോഡി സർക്കാർ ഭരിക്കുമ്പോഴും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ് INAയുടെ സ്ഥാപകനായ ജപ്പാൻ ജനറൽ ഫുജിവാര കൽക്കത്ത സന്ദർശിക്കുന്നത്. അദ്ദേഹം വ്യക്തിപരമായി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണവുമായി ബന്ധിപ്പിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയ ആളാണ്. സുഭാഷ് ചന്ദ്രബോസ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ് ഫുജിവാര. അതുകൊണ്ട് തന്നെ കൽക്കത്തയിൽ ഫുജിവാരയെ പ്രസംഗിക്കുവാൻ അവിടെയുള്ള ആളുകൾ അനുവദിച്ചില്ല. അദ്ദേഹത്തിന് കൽക്കത്തയിൽ നിന്ന് ജീവനം കൊണ്ട് ഓടേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. കാരണം മറ്റൊന്നുമല്ല, കൽക്കത്തക്കാർക്ക് സുഭാഷ് ചന്ദ്രബോസ് ഒരു മിത്തിനോളം വലുതാണ്. നമ്മൾ ദൈവങ്ങളെയൊക്കെ ആരാധിക്കില്ലേ, ആ ഒരു ശൈലിയിൽ സുഭാഷ് ചന്ദ്രബോസിനെ ആരാധിക്കുന്ന ഒരു ജനതയായി ബംഗാളികൾ മാറിക്കഴിഞ്ഞിരുന്നു. ബംഗാളികൾ മാത്രമല്ല, അനവധി ഭാരതീയർ. അവർക്ക് സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെയാണ്, ഒരിക്കലും മരിക്കാത്ത വീറുറ്റ പോരാട്ടത്തിന്റെ പ്രതീകമാണ്. ആ വീറുറ്റ പോരാട്ടം നടത്തിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ.